തിരിച്ചടി. പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖല അടച്ചു. യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും അനുമതി നൽകില്ല. അനീഷ് ചെറുവള്ളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, പലതരത്തിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇപ്പോൾ ഈ വ്യോമ മേഖല അടച്ചത് പാകിസ്ഥാനെ എത്രമാത്രമാണ് തിരിച്ചടിയാകുന്നത്? സ്വാതി, പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ ശക്തമായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമാതിർത്തിയും പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്കും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾക്കുമാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമ മേഖല ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ലീസിനെടുത്തതോ ആയ വിമാനങ്ങൾക്കൊന്നും ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് ഇനി മുതൽ കടക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ നദീജല കരാറിൽ ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നദീജല കരാർ ഉൾപ്പെടെ പാകിസ്ഥാനുമായുള്ള നദീജല കരാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ റദ്ദ് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ കടക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ന് നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ നിർണായക യോഗങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വ്യോമ മേഖല അടച്ചുകൊണ്ടുള്ള ഒരു വലിയ നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത്. സ്വാതി, ശരി. ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖല അടച്ചിരിക്കുന്നു. യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും അനുമതി നൽകില്ല. വിവരങ്ങളാണ് അനീഷ് ചെറുവള്ളി നൽകിയത്.